കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന്റെ ഭാഗമായിട്ട് ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് സന്ദർശിക്കാം. നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അവിടെ കൊടുത്തിട്ടുണ്ട്. 7592139616 എന്നുള്ളതാണ് നമ്പർ. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592139616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഇഗ്നോന്റെ MCO 01 MCOMിലെ ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയർ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. അപ്പൊ നമ്മൾക്കിപ്പം ജൂൺ 24 എക്സാംസ് വരെയാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് MCO 01ന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ജനറൽ അനാലിസിസിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു പ്രൈമറി റിപ്പോർട്ട് അനുസരിച്ചിട്ട് തന്നെ നമ്മളുടെ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേണും കാര്യങ്ങളും എല്ലാം നമുക്കൊരു ചേഞ്ചും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. അത് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കി എടുക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇന്ന് ഇവിടെ നോക്കുന്നത് നമ്മൾ ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയറിന്റെ പാസ്റ്റ് 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മുൻകാല 6 ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ ജൂൺ 21 ടു ഡിസംബർ 23 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. അതിലൂടെ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഫ്രീക്വന്റ്ലി ചോദിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കണം, പിന്നെ ചേഞ്ച് ആയത് ക്വസ്റ്റ്യൻ പാറ്റേണിന്റെ ട്രെൻഡ്സ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു ഡേറ്റ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ MCO 1ന്റേത് ആ ഒരു സബ്ജക്റ്റിന്റെ സിലബസ് ഒരു 5 ബ്ലോക്കായിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ 5 ബ്ലോക്കിൽ പല യൂണിറ്റ്സുകളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. ആ യൂണിറ്റ്സിൽ ഈച്ച് യൂണിറ്റ് കമ്പസേഴ്സ് വേരിയസ് ടോപ്പിക് ആൻഡ് സബ് ടോപ്പിക്, ഓരോന്നിനും ഇമ്പോർട്ടന്റ് ആയ പല ടോപ്പിക്കും എഗെയിൻ എന്താണ് സബ് ടോപ്പിക്കായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഈ ഒരു പരീക്ഷയുടെ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന്റെ എക്സാമിനേഷന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതലായിട്ടും വരുന്നത് ഒരു 5 ക്വസ്റ്റ്യൻസ്, ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 20 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. കൂടാതെ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻസ് typically involve explanation, discussion and critical analysis of concept. Then syllabus coverage നമ്മൾ നോക്കുന്നത് this syllabus coverage is comprehensive, covering organization theory, organization behavior, individual perspective, group behavior, organization culture and development. The topic are distributed as a following. ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു സിലബസിൽ പഠിക്കുന്നത്. എന്തൊക്കെയാണ്? ഓർഗനൈസേഷൻ തിയറി എന്താണ്, ഓർഗനൈസേഷൻ ബിഹേവിയർ, ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്, ഗ്രൂപ്പ് ബിഹേവിയർ, ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ഡെവലപ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഈ MCO 01 എന്ന ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയറിൽ പഠിക്കുന്ന കാര്യങ്ങൾ. അതിൽ ബ്ലോക്ക് 1ൽ നമ്മൾ പഠിക്കുന്നത് ഓർഗനൈസേഷൻ തിയറിയാണ്. ഓർഗനൈസേഷൻ തിയറിയിൽ നമുക്ക് ഓർഗനൈസേഷൻ തിയറി എന്താണെന്നോ കൂടാതെ തന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്, എഫക്റ്റീവ്നെസ് എന്താണെന്ന് ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ദെൻ ബ്ലോക്ക് 2 and 3 ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്. അവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്താണ്, ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്താണ്, പെർസെപ്ഷൻ എന്താണ്, ആറ്റിറ്റ്യൂഡ്, വാല്യൂ, പേഴ്സണാലിറ്റി, ഇമോഷൻ, സ്ട്രെസ് മാനേജ്മെന്റ്, മോട്ടിവേഷൻ ആൻഡ് ജോബ് അനാലിസിസ്. ഒരു അത്യാവശ്യം നല്ലൊരു കണ്ടന്റ് ഉള്ളതും അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ബ്ലോക്ക് എന്ന് പറയുന്നത് 2 and 3 ബ്ലോക്കാണ്. ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് ഇറ്റ്സ് ഇൻക്ലൂഡ് ഗ്രൂപ്പ് ഫോർമേഷൻ, സ്ട്രക്ചർ, കമ്മ്യൂണിക്കേഷൻ, ടീം ബിൽഡിംഗ്, ലീഡർഷിപ്പ്, പവർ ആൻഡ് പൊളിറ്റിക്സ്. ഇത്രയാണ് ബ്ലോക്ക് 4ൽ നമുക്ക് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 5 ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ഡെവലപ്മെന്റ് ഇൻക്ലൂഡ് ഓർഗനൈസേഷൻ കൾച്ചർ, ക്ലൈമറ്റ് ചേഞ്ച്, ഡെവലപ്മെന്റ് ആൻഡ് ഇമേർജിംഗ് ട്രെൻഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 5ൽ നമ്മൾ പഠിക്കുന്നത്.
ദെൻ അനാലിസിസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ പറഞ്ഞു ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. ഇത് അനാലിസിസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈസ് കാറ്റഗറൈസ്ഡ് ബൈ ഫ്രീക്വൻസി ഓഫ് ടോപ്പിക്, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദ പാറ്റേൺ ഒബ്സർവ്. എന്തുമാത്രം ക്വസ്റ്റ്യൻസ് ആണ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചത്, അതേപോലെ ഏത് പാറ്റേൺ ആണ്, അതേപോലെ തന്നെ ഏത് ടോപ്പിക്കിൽ ഒരു ചിലപ്പോൾ ചില പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് യൂണിറ്റിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് തന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതൊരു പർട്ടിക്കുലർ ടോപ്പിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതൊക്കെ ഏതാണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത്. ഫ്രീക്വൻസി ഓഫ് ടോപ്പിക്, ഏറ്റവും കൂടുതൽ ടൈം ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് എഫക്റ്റീവ്നെസ്സിൽ ഫ്രീക്വൻസി ആസ്ക്ഡ് അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ചോദിച്ചു എന്ന് വെച്ചാൽ ജൂൺ 21 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ജൂൺ 23 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഡിസംബർ 23 റീസെന്റ് ആയിട്ട് നടന്ന 2 എക്സാംസിലും ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് എഫക്റ്റീവ്നെസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പം ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് എഫക്റ്റീവ്നെസ് 3 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ അതിൽ ഒരു റീസെന്റ് ആയിട്ട് നടന്ന 2 എക്സാംസിലും ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അടുത്തതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പെർസെപ്ഷൻ റെഗുലർ ഫീച്ചർ മീൻസ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്കത് കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പറാണ് അനലൈസ് ചെയ്യുന്നതെങ്കിൽ അതിലെല്ലാം തന്നെ എന്താണ് ഈ പെർസെപ്ഷൻ എന്ന് പറയുന്ന കാര്യം ചോദിച്ചിട്ടുണ്ട്. ജൂൺ 21 ചോദിച്ചിട്ടുണ്ട് 3 ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. അതേപോലെ തന്നെ ഡിസംബർ 21 ചോദിച്ചിട്ടുണ്ട്, അതേപോലെ ജൂൺ 22 ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഡിസംബർ 23 22 അതേപോലെ ഡിസംബർ 23 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു അനാലിസിസ് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പെർസെപ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അടുത്തത് ഓർഗനൈസേഷൻ കൾച്ചർ ആണ്. ഒരു കൺസിസ്റ്റന്റ്ലി ആണ്, സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത്. ലാസ്റ്റ് ബ്ലോക്കിലെയാണ് ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത്. അത് ജൂൺ 22 ഡിസംബർ 22 അതേപോലെ ഡിസംബർ 23 ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കണ്ടു. റീസെന്റ് ആയിട്ട് കാണുന്ന ഡിസംബർ 23 ഇത് ചോദിച്ചിട്ടുണ്ട്. അടുത്ത തിയറി ഓഫ് മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ്. തിയറി ഓഫ് മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ്, ഇത് രണ്ടിലെ ഏതെങ്കിലും ഒരെണ്ണം കോമൺ ആണ്, എല്ലാ പരീക്ഷയിലും ചോദിക്കാം. മോട്ടിവേഷനകത്ത് മാസ്ലോയുടെ മോട്ടിവേഷൻ തിയറിയോ അല്ലെങ്കിൽ ഹേഴ്സ്ബർഗിന്റെ ഹൈജീൻ ആൻഡ് മോട്ടിവേഷൻ തിയറി ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അല്ലെങ്കിൽ സ്റ്റേറ്റ് ടു തിയറി എന്നായിരിക്കും, 2 മോട്ടിവേഷൻ തിയറി എഴുതൂ എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ലേണിംഗ് തിയറിക്കകത്ത് പാവലോയുടെ തിയറി ഒക്കെ നമുക്ക് ചോദിച്ച് കാണുന്നതാണ്. അപ്പം അത് ജൂൺ 21 ചോദിച്ചിട്ടുണ്ട്, ഡിസംബർ 21 ജൂൺ 23 ഈ ഒരു ക്വസ്റ്റ്യൻസ്, ഈ ഒരു തിയറി ഓഫ് മോട്ടിവേഷൻ എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അടുത്താണ് സ്ട്രെസ് മാനേജ്മെന്റ് ആൻഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഫ്രീക്വന്റ്ലി ഡിസ്കസ് ചെയ്യുന്നതാണ്, അതും സ്ഥിരമായി നമ്മൾ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ട്രെസ് മാനേജ്മെന്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. കോൺഫ്ലിക്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള കാര്യം. ഇത് ജൂൺ 21 ചോദിച്ചിട്ടുണ്ട്, ജൂൺ 22 ക്വസ്റ്റ്യൻ നമ്പർ 8, അതേപോലെ തന്നെ ഡിസംബർ 23 അതേപോലെ തന്നെ ജൂൺ 23 ഡിസംബർ 23 റീസെന്റ് ആയിട്ട് വന്ന എല്ലാ എക്സാംസിലും ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് സ്ട്രെസ് മാനേജ്മെന്റ് ആൻഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ചേഞ്ച് മാനേജ്മെന്റ് ആണ്. റെഗുലർലി ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് ഇസ് ചേഞ്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓർഗനൈസേഷനിൽ ചേഞ്ചിനെ എങ്ങനെ നോക്കിക്കാണുന്നു, വേർ ദേ ആർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അബൌട്ട് ചേഞ്ച് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഡിസംബർ 21 ജൂൺ 22 ഡിസംബർ 22 ആൻഡ് ജൂൺ 22 ഡിസംബർ 23 നോക്കൂ, ആഫ്രിക്ക എന്തുമാത്രം തവണ ഇത് ചോദിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ പോർഷൻ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മസ്റ്റ് ആയിട്ട് ചോദിക്കും. അതേപോലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ തരത്തിലാണ് ക്വസ്റ്റ്യൻസ് പൊതുവെ ചോദിക്കാറ്? ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് എക്സ്പ്ലനേറ്ററി. മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് റിക്വയർ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, മീൻസ് കൂടുതലും തിയറി ഇൻക്ലൂഡ് ചെയ്ത് എഴുതാനായിരിക്കും ചോദിക്കുന്നത്. 20 മാർക്കിന്റെ എസ്സേ ആകുമ്പോൾ തന്നെ നമുക്കൊരു ഇൻട്രൊഡക്ഷനോ അതിന്റെ പോയിന്റും അതേ പോയിന്റിന്റെ എക്സ്പ്ലനേഷനും കൺക്ലൂഷനും ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് OB-യിൽ കൂടുതലായിട്ടും ചോദിച്ച് കാണുന്നത്. പിന്നെ കമ്പാരിറ്റീവ് ആൻഡ് അനാലിസിസ്, നമുക്കൊരു എസ്എ ടൈപ്പ് എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് കൂടുതലായിട്ടും തിയറിയെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. അടുത്തത് കമ്പാരിറ്റീവ് ആൻഡ് അനാലിസിസ്, മീൻസ് 2 ടോപ്പിക്കുകളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഇപ്പം മോട്ടിവേഷന്റെ തിയറി ആണെങ്കിൽ തന്നെ 2 എണ്ണത്തെ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയെയും അതേപോലെ ഹേഴ്സ്ബർഗിന്റെ മോട്ടിവേഷൻ ആൻഡ് ഹൈജീൻ തിയറിയും തമ്മിൽ കമ്പയർ ചെയ്ത് എഴുതാൻ നമുക്ക് ചോദിച്ചേക്കാം. അതേപോലെ തന്നെ അല്ലെങ്കിൽ പെർസെപ്ഷനും ആട്രിബ്യൂട്ട്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ അത് ഓർഗനൈസേഷനകത്ത് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നുണ്ട്, ഇന്റേണലി ഓർഗനൈസേഷനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് കമ്പാരിറ്റീവ് അനാലിസിസിനെ ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദെൻ അപ്ലൈഡ് ആൻഡ് പ്രാക്ടിക്കൽ. അപ്ലൈഡ് ആൻഡ് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ OB-യിൽ പഠിക്കുന്ന പല തിയറീസ് ഉണ്ട്, പല കോൺസെപ്റ്റ് ഉണ്ട്, അതേപോലെ ചേഞ്ച്, കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ ഒരു റിയൽ ലൈഫ് അല്ലെങ്കിൽ വേർ യു ആർ എ മാനേജർ, നിങ്ങളൊരു മാനേജർ ആണെങ്കിൽ, നിങ്ങൾ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ മോട്ടിവേഷന്റെ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഏത് കോൺസെപ്റ്റായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്നൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമ്മളൊരു കാര്യം ചിന്തിച്ച് നമ്മളുടേതായ ഒരു അഭിപ്രായം പറയേണ്ട രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാറുണ്ട് OB-യിൽ.
അടുത്താണ് പാറ്റേൺ ഒബ്സർവ്. ഈ കഴിഞ്ഞ എക്സാംസിന്റെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ തെമന്റിക് ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതലും സിലബസിന്റെ തീംസിനെ ഓറിയന്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. ഒരു ഔട്ട് ഓഫ് സിലബസോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ടാത്ത ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് അധികം അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. റിക്കറന്റ് തീംസ് എന്ന് പറഞ്ഞാൽ സർട്ടൺ ടോപ്പിക്സ് ലൈക്ക് പെർസെപ്ഷൻ, ഓർഗനൈസേഷൻ കൾച്ചർ, സ്ട്രെസ് ആൻഡ് കോൺഫ്ലിക്റ്റ്, അതേപോലെ ചേഞ്ച് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് കണ്ടുവരുന്നതാണ്. ഈ കഴിഞ്ഞ റീസെന്റ് എക്സാംസ് ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റെഫർ ചെയ്താൽ ഈ ഒരു പാറ്റേണിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നുണ്ട്. എംഫസൈസ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ മെനി ക്വസ്റ്റ്യൻസ് എൻകറേജ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് റിയൽ വേൾഡ് സിനാരിയോ. മീൻസ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം നിങ്ങളാണ് ഈ പൊസിഷനെങ്കിൽ നിങ്ങൾ ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു, നിങ്ങൾ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ആസ് എൻ ഓർഗനൈസേഷനകത്തൊരു ഡിഫറെന്റ് കൾച്ചർ പാറ്റേണിലുള്ള ആൾക്കാർ വന്നാൽ നമുക്ക് എങ്ങനെ അതിനെ കോപ്പ് ചെയ്ത് പോവാം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ദെൻ ഇമ്മീഡിയറ്റ് നോട്ടബിൾ പാറ്റേൺ ആൻഡ് ട്രെൻഡ്സ്. നിങ്ങൾ ഇപ്പൊ തന്നെ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു തലേദിവസം പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അല്ലെങ്കിൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ റെപ്പിറ്റേഷൻ ഓഫ് കീ ടോപ്പിക്. നമുക്ക് കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പെർസെപ്ഷൻ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ചേഞ്ച് മാനേജ്മെന്റ് ആർ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ഇൻഡിക്കേറ്റിംഗ് ദെയർ ഫൗണ്ടേഷണൽ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടത് കൊണ്ട് തന്നെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഒബിയുടെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ സാധ്യതയുള്ളതും അല്ലെങ്കിൽ വരാൻ ഏറ്റവും ഉറപ്പുള്ളതുമായ ടോപ്പിക്കുകളാണ് പെർസെപ്ഷൻ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ബാലൻസ്ഡ് കവറേജ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദ ക്വസ്റ്റ്യൻ പേപ്പർ ഷോയിങ് എ ബാലൻസ്ഡ് കവറേജ് ബോത്ത് തിയറട്ടിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് തിയറി. മീൻസ് തിയറട്ടിക്കൽ മീൻസ് നമ്മൾ പഠിച്ച തിയറി ആയിട്ട് എഴുതാനുള്ള രീതി, മീൻസ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എഴുതുക, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. കൂടാതെ തന്നെ ചിലത് നമുക്ക് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഫോക്കസ് ഓൺ ആപ്ലിക്കേഷൻസ്. ദർ ഈസ് സ്ട്രോങ് ഫോക്കസ് ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് തിയറീസ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് പ്രാക്ടിക്കൽ ഓർഗനൈസേഷൻ ഇഷ്യൂ വിച്ച് ഹെൽപ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിയൽ വേൾഡ് ഇംപ്ലിക്കേഷൻ ഓഫ് അക്കാഡമിക് നോളജ്. മീൻസ് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം. ഇപ്പൊ ഈ ഒരു ഒബി എന്ന് പറയുന്ന സബ്ജക്ട് അതൊരു സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ആണ്, കൂടുതലായിട്ട് ഹ്യൂമൻ ഓറിയന്റഡ് ആണ്. ഒരു ഓർഗനൈസേഷനകത്ത് വർക്ക് ചെയ്യുന്ന വ്യക്തികളും ആ ഓർഗനൈസേഷനും ആ വ്യക്തികളുടെയും സ്വഭാവത്തെ പറ്റിയൊക്കെ പഠിക്കുന്ന വാല്യൂ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സബ്ജക്ട് പഠിക്കുന്നതിലൂടെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യേണ്ടി വരുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അവരെ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഒരു റിയൽ വേൾഡ് സ്റ്റഡിയാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. അടുത്ത സമ്മറിയിൽ പറയുകയാണെങ്കിൽ ഇനിഷ്യൽ എക്സ്പ്ലനേറ്ററി അനാലിസിസ് റിവ്യൂ ദാറ്റ് NCO 01 examination papers are designed to test a comprehensive understanding of organization theory and behavior. The questions are well distributed across the syllabus, which recurring emphasis on key topic. ഈ ഒരു സമ്മറിയിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ PYQ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും നമ്മൾ NCO 01 എക്സാമിനേഷൻ പേപ്പറിൽ ഡിസൈൻ ചെയ്യുന്നത് ഓർഗനൈസേഷൻ തിയറിയും അതേപോലെ ഓർഗനൈസേഷൻ തിയറിയിൽ നമ്മൾ പഠിക്കുന്ന തിയറട്ടിക്കൽ കോൺസെപ്റ്റും കൂടാതെ നമ്മളൊരു റിയൽ ലൈഫ് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ഇവിടെ പഠിക്കുന്നത്. ദിസ് പ്രൈമറി റിപ്പോർട്ട് സെർവിംഗ് ആസ് എ ഫൗണ്ടേഷൻ ഫോർ മോർ ഡീറ്റെയിൽഡ് അനാലിസിസ് ദാറ്റ് could include quantitative metrics, deeper insight into specific question types, and recommended for a student to prepare and effectively for this subject. അടുത്തതാണ് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ്. ഈ ഒരു ഇമേജിലൂടെ ഈ ഒരു ടേബിൾ കാണിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണെന്നുള്ളത്. അപ്പൊ നമ്മളിവിടെ ബ്ലോക്ക് 1നെ നമ്മൾ ഒരു യെല്ലോ കളറിലും, ബ്ലോക്ക് 2നെ ഒരു ഓറഞ്ച്, അതേപോലെ ബ്ലോക്ക് 3യെ നമ്മൾ റെഡ് കളറിലും, ബ്ലോക്ക് 4നെ ഒരു മജന്ത റോസ് കളറിലും, അതേപോലെ തന്നെ ബ്ലൂ കളറിലും നമ്മൾ ബ്ലോക്ക് 5നെ നോട്ട് ചെയ്യുന്നു. ഈ ഒരു പിക്ചറൈസേഷനകത്ത് ഈ ഒരു ഗ്രാഫിക്കൽ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജൂൺ 2021 ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ബ്ലോക്ക് 1ൽ നിന്നും അതേപോലെ ബ്ലോക്ക് 4ൽ നിന്നുമാണ്. അതേപോലെ ഡിസംബർ 21 നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഒരു ബ്ലോക്ക് 4ൽ നിന്നും അതേപോലെ തന്നെ ബ്ലോക്ക് 3ൽ നിന്നുമാണ്. ബാക്കി ചോദിച്ചിട്ടുണ്ട്, അതേപോലെ ബ്ലോക്ക് 2ൽ നിന്നും ചോദിച്ചിട്ടുണ്ട്, ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ബ്ലോക്ക് 1ൽ നിന്നും അധികം ക്വസ്റ്റ്യൻസ് ഡിസംബർ 21 ചോദിച്ചിട്ടില്ല. ജൂൺ 2022 നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ബ്ലോക്ക് 1ൽ നിന്നും ബ്ലോക്ക് 5ൽ നിന്നുമാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 4ൽ നിന്നും. ഡിസംബർ 22 നോക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ബ്ലോക്ക് 2ൽ നിന്നും ബ്ലോക്ക് 3ൽ നിന്നും അതേപോലെ തന്നെ ബ്ലോക്ക് 5ൽ നിന്നും. ജൂൺ 23 നോക്കുവാണെങ്കിൽ പാറ്റേണിൽ ബ്ലോക്ക് 4ൽ നിന്നും
5 നിന്നുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. പക്ഷേ ബ്ലോക്ക് 1ഉം 2 നിന്നും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ആയിട്ട് നടന്ന ഡിസംബർ 23 നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ബ്ലോക്ക് 4 നിന്നും അതേപോലെ തന്നെ ബ്ലോക്ക് 3 നിന്നുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ബ്ലോക്ക് 1ഉം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ബ്ലോക്ക് 2 നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. ബ്ലോക്ക് 2 നിന്നും ബ്ലോക്ക് 5 നിന്നും ക്വസ്റ്റ്യൻസ് അങ്ങനെ അധികം ചോദിച്ചിട്ടില്ല. അടുത്തത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് ബ്ലോക്ക് ഇൻ MCO1 എക്സാമിനേഷൻ പേപ്പർ. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, എന്തുമാത്രം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓരോ ബ്ലോക്കിനെ വൈസ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ നോക്കിയതുപോലെ തന്നെ ബ്ലോക്ക് 1 ഓർഗനൈസേഷൻ തിയറിയിൽ നിന്നും ജൂൺ 21 ഒത്തിരി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ഏതിൽ നിന്നാണ്? ബ്ലോക്ക് 1 നിന്നും അതേപോലെ തന്നെ ബ്ലോക്ക് 4 നിന്നും. പിന്നെ നോക്കുമ്പോൾ ഡിസംബർ 21 നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ബ്ലോക്ക് 2, 3, 4. ജൂൺ 22 നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1, 4, 5. ഡിസംബർ 22 നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 2, 3, 5 നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നിട്ടുള്ളത്. ജൂൺ 23 നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 3, 4, 5 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 23 ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ബ്ലോക്ക് 1 നിന്നും ബ്ലോക്ക് 3 നിന്നും 4 നിന്നുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അടുത്തത് വിഷ്വലൈസേഷൻ ഇൻ ദിസ് ഈ മുമ്പേ കാണിച്ചിരിക്കുന്ന ഇമേജിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മളൊന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു വിഷ്വലൈസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പറിന് എക്സാം ചെയ്തിട്ടാണ്. ജൂൺ 21, ഡിസംബർ 21, ജൂൺ 22, ഡിസംബർ 22 ആൻഡ് ഡിസംബർ 23 വെച്ചിട്ടാണ്. ഈ ഒരു റീസെന്റ് ആയിട്ട് നടന്ന ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ പെർസെന്റേജ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബ്ലോക്ക് 4 ഗ്രൂപ്പ് ബിഹേവിയറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത്. ബ്ലോക്ക് 2 ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് 1ഉം ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് പാർട്ട് 2 ഒരു ആവറേജ് കവറേജ് കാണിക്കുന്നു. മീൻസ് നോട്ടബിൾ പാർട്ടിൽ ഡിസംബർ 21 ഡിസംബർ 22 കാണിക്കുന്നുണ്ട്. എന്നാൽ പോലും ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് നമുക്ക് ബ്ലോക്ക് 1 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണിക്കുന്നത്. ബ്ലോക്ക് 5 ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ഡെവലപ്മെന്റിൽ അതേപോലെ അപ്പിയർ ടു ഹാവ് എ മോർ ബാലൻസ്ഡ് ബട്ട് സ്ലൈറ്റ്ലി ലോവർ പെർസെന്റേജ് ഫോർ ക്വസ്റ്റ്യൻസ് കമ്പയർ ടു ബ്ലോക്ക് 1 and 2. ബ്ലോക്കിന് 1നെയും 4നെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ നമ്പർ ഓവറോൾ ആയിട്ട് എടുക്കുമ്പോൾ കുറവാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത് ഏതിൽ നിന്നാണ്? 1 നിന്നും 4 നിന്നുമാണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ നമ്പർ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് 1 നിന്നും 4 നിന്നുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു മുൻകാല 6 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 1 നിന്നും 4 നിന്നുമാണ്. അതേപോലെ ബ്ലോക്ക് 2 3 നിന്നും സെക്കൻഡ് അപ്പിയർ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 and 4 ആണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 2 നിന്നും 3 നിന്നുമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഒരു 2, 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ് നമുക്ക് ഇതിൽ നിന്ന് വരുന്നിട്ടുള്ളത് ഒരു ബ്ലോക്ക് 5 നിന്ന് വന്നില്ല. എന്നാൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ബ്ലോക്ക് 5 നിന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടില്ല. കൺസിസ്റ്റന്റ് ട്രെൻഡ്സ് നോക്കുകയാണ്. ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ബ്ലോക്ക് 1 and 4 ആണ്. അതേപോലെ ലോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 ആണ്. മുമ്പ് പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 1 നിന്നും 4 നിന്നുമാണ്. രണ്ടാമത് നോക്കുകയാണെങ്കിൽ 2ഉം 3ഉം ഏറ്റവും കുറഞ്ഞ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 5 നിന്നാണ്. യൂണിറ്റ് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. യൂണിറ്റ് വൈസ് ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ യൂണിറ്റിൽ നിന്ന് നമുക്ക് ഒത്തിരി പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ തന്നിട്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ യൂണിറ്റ്സുകൾ ഈ ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് യൂണിറ്റ് 1-ന്റേത് കാണിക്കുന്നുണ്ട് ഒരു ക്വസ്റ്റ്യന്, യൂണിറ്റ് 2-ന്റേത് 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 6 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ യൂണിറ്റ് 2-ൽ നിന്ന് 3 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ യൂണിറ്റ് 3-ൽ നിന്നും എത്ര പ്രാവശ്യം? ഒരു 5 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 4-ൽ നിന്നും അതേപോലെ തന്നെ 2 ക്വസ്റ്റ്യൻസ്. യൂണിറ്റ് 5-ൽ നിന്നും 1 ക്വസ്റ്റ്യനും. യൂണിറ്റ് 6-ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പെർസെപ്ഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അവിടെ നിന്നും ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റ്
3 എന്ന് പറയുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് എഫക്റ്റീവ്നെസ്സും ഇതേപോലെ തന്നെ 6 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ 5 ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ആ ഒരു യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളുടെ യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്. ഓരോ യൂണിറ്റിന്റെ എന്തുമാത്രം ക്വസ്റ്റ്യൻസ് വന്നു. ചില യൂണിറ്റിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. അങ്ങനെ ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 16 പവർ ആൻഡ് പൊളിറ്റിക്സിൽ നിന്നും ഇതുവരെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പവർ ആൻഡ് പൊളിറ്റിക്സും അതേപോലെ തന്നെ യൂണിറ്റ് 7 ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അതേപോലെ യൂണിറ്റ് 20 ഇമേർജിംഗ് ട്രെൻഡ്സ് ഇൻ OBയിൽ നിന്നും ഇതുവരെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു 6 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ഇതുവരെ ഒരു ക്വസ്റ്റ്യൻ പോലും ആ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടില്ല. അപ്പൊ ഒരു 3 യൂണിറ്റ് ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പ്രകാരം 3 യൂണിറ്റ് നമുക്ക് റെലവെന്റ് അല്ല. നമുക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന അത് പഠിക്കുമ്പോൾ ഒരു എന്താണ് ലാസ്റ്റ് ടൈം ലേണിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 7 ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂ, അതേപോലെ തന്നെ യൂണിറ്റ് 16 പവർ ആൻഡ് പൊളിറ്റിക്സ്, അതേപോലെ യൂണിറ്റ് 20 ഇമേർജിംഗ് ട്രെൻഡ്സ് ഇൻ OB എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു നമ്മളുടെ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വൈസ് നോക്കുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ബ്ലോക്ക് 1 ഓർഗനൈസേഷൻ തിയറിയിൽ യൂണിറ്റ് 2 ഓർഗനൈസേഷൻ തിയറി ആൻഡ് യൂണിറ്റ് 3 ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ആണ്. അതിൽ ആ ഒരു 2 യൂണിറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 നിന്നും യൂണിറ്റ് 3 നിന്നുമാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 1 അതേപോലെ ഇൻട്രൊഡക്ഷൻ ടു OBയിൽ നിന്ന് വളരെ ക്വസ്റ്റ്യൻസ് വളരെ കുറവേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബ്ലോക്ക് 1 OBയിലെ ബ്ലോക്ക് 1 നമുക്ക് 3 യൂണിറ്റ് ആണ്. അതിൽ 2, 3 നിന്നുമാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അത് യൂണിറ്റ് 1 നിന്നും അധികം ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചിട്ടില്ല. ബ്ലോക്ക് 2 അനലൈസ് ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് 1 നമ്മൾ ബ്ലോക്ക് 2 അനലൈസ് ചെയ്യുമ്പോൾ യൂണിറ്റ് 6 പെർസെപ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 4 നിന്ന് ഓവർവ്യൂ ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ യൂണിറ്റ് 4, അതേപോലെ തന്നെ യൂണിറ്റ് 5 ഇൻഡിവിജ്വൽ ബിഹേവിയർ ആൻഡ് ലേണിംഗിൽ നിന്നും ക്വസ്റ്റ്യൻസ് റെഗുലർ ആയിട്ട് ചോദിക്കുന്നുണ്ട്. യൂണിറ്റ് 7 ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂവിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടില്ല. അപ്പം ബ്ലോക്ക് 2 എടുക്കുമ്പോൾ യൂണിറ്റ് 6ഉം യൂണിറ്റ് 4ഉം യൂണിറ്റ് 5ഉം ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബ്ലോക്ക് 3 എടുക്കുമ്പോൾ ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്സ് പാർട്ട് 2 യൂണിറ്റ് 8ഉം യൂണിറ്റ് 11ഉം ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതേപോലെ യൂണിറ്റ് 9 നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സ്ട്രെസ് മാനേജ്മെന്റ് യൂണിറ്റ് 10 മോട്ടിവേഷനിൽ നിന്നും കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 നമ്മൾ നോക്കേണ്ടത് യൂണിറ്റ് 8 ആൻഡ് യൂണിറ്റ് 11 ആണ്. അടുത്തത് ബ്ലോക്ക് 4 ആണ്. ബ്ലോക്ക് 4 ഗ്രൂപ്പ് ബിഹേവിയർ ആണ്. അതിന്റെ യൂണിറ്റ് 12 ഗ്രൂപ്പ് ഫോർമേഷൻ ആൻഡ് സ്ട്രക്ചറിങ്, യൂണിറ്റ് 15 ടീം ബിൽഡിംഗ് ആൻഡ് ലീഡർഷിപ്പും ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ബ്ലോക്ക് 4 യൂണിറ്റ് 12ഉം യൂണിറ്റ് 15ഉം ആണ് ഇമ്പോർട്ടന്റ്. അതേപോലെ യൂണിറ്റ് 13 കമ്മ്യൂണിക്കേഷനിൽ നിന്നും റെഗുലർ ആയിട്ട് അല്ലെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് 16 പവർ ആൻഡ് പൊളിറ്റിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. ബ്ലോക്ക് 5 നമ്മൾ നോക്കുമ്പോൾ ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ഡെവലപ്മെന്റിൽ യൂണിറ്റ് 17ഉം യൂണിറ്റ് 18ഉം ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. യൂണിറ്റ് 17 നമ്മൾ ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ക്ലൈമറ്റും യൂണിറ്റ് 18 ഓർഗനൈസേഷൻ ചേഞ്ച്. ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 19 ഓർഗനൈസേഷൻ ഡെവലപ്മെന്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷെ റെഗുലർ ബേസിസിൽ അല്ലെങ്കിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 20ൽ നിന്നും ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല. അപ്പം ബ്ലോക്ക് 5 ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 17 ആൻഡ് 18 ആണ്. ഈ ഒരു സമ്മറിയിൽ നമ്മൾ പറയുന്നത് ഹൈ ഫ്രീക്വൻസി യൂണിറ്റ് എന്ന് പറയുന്നത് പെർസെപ്ഷൻ, ഗ്രൂപ്പ് ഫോർമേഷൻ, സ്ട്രക്ചർ ആൻഡ് ടീം ബിൽഡിംഗ് ആൻഡ് ലീഡർഷിപ്പ്, ഓർഗനൈസേഷൻ ചേഞ്ച് ആൻഡ് ഓർഗനൈസേഷൻ തിയറി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ലോവർ ഫ്രീക്വൻസിയിൽ വന്നിട്ടുള്ളതാണ് ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂ, പവർ ആൻഡ് പൊളിറ്റിക്സ്, ഇമേർജിംഗ് ട്രെൻഡ്സിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. അടുത്തതാണ് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ്. ഓരോ ടോപ്പിക് വൈസ് നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനകത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവാം. നമുക്ക് കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷനിൽ നിന്നും അധികം ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിട്ടില്ല, ഒരു പ്രാവശ്യമൊക്കെ വന്നിട്ടുള്ളൂ. ദെൻ റോൾ ഓഫ് മാനേജർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നൊന്നും വരാറില്ല. ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷനെ പറ്റി ചോദിക്കാറില്ല. അതേപോലെ തന്നെ ക്ലാസിക്കൽ തിയറി ഓഫ് ഓർഗനൈസേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരു 3 എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. മോഡേൺ തിയറി ഓഫ് ഓർഗനൈസേഷന് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചിട്ടില്ല. ദെൻ കമ്പോണൻസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം 1, 2, 3 പ്രാവശ്യമൊക്കെ ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് നമുക്ക് എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ്സിനെ പറ്റി നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. അതേപോലെ ചോദിച്ചിട്ടുള്ള രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ജെനിസിസ് അല്ലെങ്കിൽ ട്രഡീഷണൽ ആൻഡ് ന്യൂ അപ്രോച്ചിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ജെനിസിസ് ഓഫ് ഹോബി എന്ന് പറയുന്ന അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടില്ല.
കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഓരോ ടോപ്പിക് വൈസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ജൂൺ 21, ഡിസംബർ 21, ജൂൺ 22, ഡിസംബർ 22, ജൂൺ 23, ഡിസംബർ 23 ഏത് ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഈ ഒരു ഫുൾ ഒരു ഗ്രാഫ് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ടൈപ്പ് ഓഫ് വർക്ക് ഗ്രൂപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കോൺസെപ്റ്റ് ഓഫ് പവറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ ടീം ഡെവലപ്മെന്റിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമ്മളൊരു ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതിലെ കീ ഒബ്സർവിംഗ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഹൈ ഫ്രീക്വൻസി ഓഫ് ടോപ്പിക്, ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ തിയറി ഓഫ് ഓർഗനൈസേഷൻ. ആ ഒരു ടോപ്പിക്കിൽ നിന്ന് 3 തവണ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. കമ്പോണൻസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് 3 പ്രശ്നം ഡിസംബർ 21, ഡിസംബർ 22, ഡിസംബർ 23 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ജൂൺ 21 ജൂൺ 22 ഡിസംബർ 23 റീസെന്റ് ആയിട്ടാണ് ഡിസംബർ 23 ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഗോൾ ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ നിന്ന് നമുക്ക് ഒരു ഡിസംബർ 21 ഡിസംബർ 22 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പ്രോസസ് ഓഫ് പെർസെപ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് റെഗുലർ ബേസിസിൽ നമുക്ക് ചോദിച്ചു കാണുകയാണ്. ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ അപ്പിയറിംഗ് ഇൻ ഡിസംബർ 21 ഡിസംബർ 23. അപ്പൊ പെർസെപ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണാലിറ്റി ട്രേറ്റ് ആൻഡ് ടൈപ്പിൽ നിന്ന് നമുക്ക് ഡിസംബർ 21 ഡിസംബർ 22 ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അടുത്ത പേഴ്സണാലിറ്റി തിയറി 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പേഴ്സണാലിറ്റി തിയറീസിനെ പറ്റി. കോൺസെപ്റ്റ് ഓഫ് ലീഡർഷിപ്പിനെ പറ്റി 4 പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കോൺസെപ്റ്റ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ വോയിസ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് റെഗുലർലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വോയിസ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. ഡിസംബർ 21 ജൂൺ 22 ഡിസംബർ 22 ചോദിച്ചിട്ടുണ്ട്. പിന്നെ മോഡറേറ്റ് ഫ്രീക്വൻസി ഒരു കുറഞ്ഞ അളവിൽ എന്നാൽ ചോദിച്ചിട്ടുണ്ട്, വളരെ റിപ്പീറ്റേറ്റീവ് അല്ലാതെ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. ടൈപ്പ് ഓഫ് വർക്ക് ഗ്രൂപ്പ് അത് നമുക്ക് ജൂൺ 21 ഡിസംബർ 21 ജൂൺ 22 ജൂൺ 23 ചോദിച്ചിട്ടുണ്ട്. ടെക്നിക് ഓഫ് മാനേജിങ് സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത് നമുക്ക് ജൂൺ 21 ചോദിച്ചിട്ടുണ്ട്. ദെൻ തിയറി ഓഫ് ലേണിംഗ് ഫ്രീക്വന്റ്ലി ആസ്കിങ് ആണ്, അത് ജൂൺ 21 ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ലേണിംഗിന്റെ തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺസെപ്റ്റ് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. കോസ് ഓഫ് സ്ട്രെസ്സിന് ഘടകമാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ദെൻ കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ, നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ഓർഗനൈസേഷൻ, മോഡേൺ തിയറി ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതുവരെ നമുക്ക് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു നോട്ടബിൾ പാർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. Then personality attribute influencing organization behavior, definition of emotion, strategy for change of behavior, developing perception skill, ട്രഡീഷണൽ ആൻഡ് ന്യൂ അപ്രോച്ച് ടു OB എന്ന് പറയുന്നതും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇതുവരെ ആ ഒരു ടോപ്പിക്കിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ തൊട്ടു മുമ്പ് കണ്ട ടോപ്പിക് വൈസ് ഗ്രാഫിക്കൽ അനാലിസിസിനെ ബേസ് ചെയ്തൊരു സമ്മറി പറയുകയാണെങ്കിൽ ദിസ് അനാലിസിസ് റിവേഴ്സ് എ ക്ലിയർ പ്രിഫറൻസ് ഫോർ സർട്ടൺ ടോപ്പിക്. ചില ടോപ്പിക്കിന് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. മീൻസ് ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി, പെർസെപ്ഷൻ, ലീഡർഷിപ്പ്, ക്രോസ് മൾട്ടി എന്ന് വെച്ചാൽ നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു ഇത്രയും ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ്? ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി, പെർസെപ്ഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു കാരണവശാലും അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ടോപ്പിക് സച്ച് ആസ് കമ്പോണൻസ് ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഗോൾ ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് ഫോഴ്സ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ട ടോപ്പിക്ക് തന്നെയാണ്. Then this detailed topic wise breakdown allow for a nuisance understanding of which specific area which each unit are prioritized in exams. ഈ ഒരു അനലൈസിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഏത് ടോപ്പിക് അല്ലെങ്കിൽ ഏതൊരു സ്പെസിഫിക് ടോപ്പിക്കാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് യൂണിറ്റ് വൈസ് അല്ലെങ്കിലും ടോപ്പിക് വൈസ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ലാസ്റ്റ് ടൈം ലേണിംഗിൽ എഫക്റ്റീവ് ആക്കാമെന്ന് നമ്മൾ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് പറഞ്ഞു തരണം. അടുത്തത് മാർക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ്. ഇപ്പം നമ്മളിപ്പോ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മാർക്കിന്റെ ബേസിസിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്നത് ഇന്ന ഏരിയയിൽ നിന്നൊക്കെയാണ് നമ്മൾ പറയാറില്ല. അപ്പൊ മാർക്ക് വൈസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഏതാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടത് എന്ന് വെച്ചാൽ ബ്ലോക്ക് 1 ആണ്. ബ്ലോക്ക് 1 ഓർഗനൈസേഷൻ തിയറി, അതുപോലെ ബ്ലോക്ക് 4 നിന്നുമാണ് ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുള്ളത്. ബ്ലോക്ക് 1 നിന്നും അതേപോലെ തന്നെ ബ്ലോക്ക് 4 നിന്നുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്നത്. അപ്പൊ അത് കണ്ടെത്താൻ നമുക്ക് മനസ്സിലാക്കാം ഏതിനാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ 2 ബ്ലോക്കിൽ നിന്നാണ്.
അടുത്തത് ബ്ലോക്ക് 2 ആൻഡ് 3. ബ്ലോക്ക് 2-ൽ നിന്നും 3-ൽ നിന്നും നമുക്ക് ഇതേപോലെ തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. ഏറ്റവും വരുന്നത് കൂടുതൽ ഏതിൽ നിന്നാണ്? ബ്ലോക്ക് 1-ൽ നിന്നും അതേപോലെ തന്നെ നമുക്ക് 4-ൽ നിന്നുമാണ്. രണ്ടാമത് നമുക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് ബ്ലോക്ക് 2-ൽ നിന്നും അതേപോലെ ബ്ലോക്ക് 3-ൽ നിന്നും. ബ്ലോക്ക് 5-ൽ നിന്ന് നമുക്ക് ബാക്കിയുള്ള ബ്ലോക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ബ്ലോക്ക് 5-ൽ നിന്ന് വരാറില്ല. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻ ബൈ യൂണിറ്റ് വൈസ് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1-ൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് യൂണിറ്റ് 3-ൽ നിന്നാണ്. അതേപോലെ തന്നെ യൂണിറ്റ് 12-ൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. യൂണിറ്റ് 3-ൽ നിന്ന് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് എഫക്റ്റീവ്നെസ് ആണ് മാർക്ക് വൈസ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതേപോലെ യൂണിറ്റ് 12-ൽ ഗ്രൂപ്പ് ഫോർമേഷൻ ആൻഡ് സ്ട്രക്ചറിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് ചോദിക്കുന്നത് യൂണിറ്റ് 6-ന്റെ പെർസെപ്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നു. അതേപോലെ യൂണിറ്റ് 8 ആയ പേഴ്സണാലിറ്റി ആൻഡ് ഇമോഷൻസിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അടുത്തത് സം യൂണിറ്റ് ലൈക്ക് 7 ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂ, അതുപോലെ യൂണിറ്റ് 16 പവർ ആൻഡ് പൊളിറ്റിക്സിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ബൈ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു വരുന്നത് എന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസി ടോപ്പിക് ഇൻക്ലൂഡ് ക്ലാസിക്കൽ തിയറി ഓഫ് ഓർഗനൈസേഷൻ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ക്ലാസിക്കൽ തിയറി ഓഫ് ഓർഗനൈസേഷനും കമ്പോണന്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, പ്രോസസ് ഓഫ് പെർസെപ്ഷൻ, ടൈപ്പ് ഓഫ് വർക്ക് ഗ്രൂപ്പ് ആൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ലീഡർഷിപ്പ്. Then certain topics such as importance of organization and personality, attributes influence organization behavior are rarely covered. അത് അധികം അങ്ങനെ കവർ ചെയ്ത് ചോദിക്കാറില്ല. ദെൻ ഈ ഒരു വിഷ്വലൈസേഷനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ ഡിസ്പ്ലേഡ് ദ ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് യൂണിറ്റ് ഓവർ എ മൾട്ടിപ്പിൾ എക്സാം. നമ്മളൊരു 6 എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഏത് യൂണിറ്റ് ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഏത് യൂണിറ്റിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത എന്ന് നമുക്ക് മനസ്സിലാക്കാനും ആവറേജ് മാർക്ക് പെർ ടോപ്പിക് എന്ന് പറഞ്ഞ പ്ലോട്ട് ആവറേജ് മാർക്ക് പെർ ടോപ്പിക് ടു ഹൈലൈറ്റ് ദ മോസ്റ്റ് ഹെവിലി വെയിറ്റേജ് ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെർസെപ്ഷൻ അതേപോലെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നിന്നൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുള്ളത്. Unfortunately, due to technical issues, the calculation of average mark per block and unit was not fully completed. Means നമുക്ക് അങ്ങനെ ഫുൾ ആയിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കാന്നാണ്. ഇത്ര മാർക്കിന് അല്ലെങ്കിൽ ഇത്ര ഒരു 20 to 30 അല്ലെങ്കിൽ ഒരു 100-ൽ 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇന്ന ടോപ്പിക്കിൽ നിന്നും അല്ലെങ്കിൽ 100-ൽ ഒരു 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇന്നതിൽ നിന്ന് വരും എന്ന് നമുക്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ട് ചില സമയങ്ങളിൽ സാധിക്കാറില്ല. അതൊരു ഇൻകംപ്ലീറ്റ് പ്രോസസ് ആണ് നമ്മുടെ ഒരു ആവറേജ് മാർക്ക് അലോക്കേഷൻ ഇല്ലാതെ. പിന്നെ റെക്കമെൻഡേഷൻ ഫോർ ദ സ്റ്റഡി പ്രയർ, നമ്മളൊരു പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും പഠിക്കാനിരിക്കുന്ന കുട്ടികളാണ് എന്ന് ലാസ്റ്റ് ടൈം ലേണിംഗിൽ ഫോക്കസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹൈലി ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് പോർഷൻ എന്ന് പറയുന്നത് ക്ലാസിക്കൽ തിയറി ഓഫ് ഓർഗനൈസേഷൻ, കമ്പോണൻസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, പ്രോസസ് ഓഫ് പെർസെപ്ഷൻ ആൻഡ് ദ ടൈപ്പ് ഓഫ് വർക്ക് ഗ്രൂപ്പ്. അതേപോലെ ബാലൻസ് ചെയ്ത് നിങ്ങൾ അത്രയും കാര്യങ്ങൾ ആദ്യം പഠിക്കുക. പിന്നെ അഗൈൻ നമ്മൾ ബാലൻസ് ചെയ്ത് കവർ ചെയ്ത് പോകേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് യൂണിറ്റ് 3-ഉം യൂണിറ്റ് 6-ഉം യൂണിറ്റ് 8-ഉം യൂണിറ്റ് 12 ആണ്. പിന്നെ അധികം ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാത്തതും പിന്നെ നമ്മൾ ലാസ്റ്റ് ടൈം അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്ക് യൂണിറ്റ് 7-ഉം യൂണിറ്റ് 16-ഉം ഒക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് പവർ ആൻഡ് പൊളിറ്റിക്സും വാല്യൂ എന്ന് പറയുന്നതൊക്കെ നമുക്കൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസിൽ ഹൈ റിക്കറൻസ് ഉള്ളത് പെർസെപ്ഷൻ ആണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് പെർസെപ്ഷൻ ആണ്. ലേണിംഗ് തിയറി നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതലായിട്ട്. പിന്നെ ചേഞ്ച് മാനേജ്മെന്റ് ചോദിച്ചിട്ടുണ്ട്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട്, സ്ട്രെസ്, കോൺഫ്ലിക്റ്റ്, ജോബ് ഡിസൈൻ ആൻഡ് മോട്ടിവേഷൻ തിയറി. ഇത്രയാണ് കൂടുതലായിട്ട് നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ദെൻ സ്പെസിഫിക് പാറ്റേൺ എന്ന് പറഞ്ഞാൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എവരി എക്സാംസിൽ നമുക്ക് പെർസെപ്ഷൻ എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട്. ലേണിംഗ് തിയറിയും അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണുന്ന ഒരെണ്ണമാണ്. ചേഞ്ച് മാനേജ്മെന്റ് ഫ്രീക്വന്റ് റീവിസിറ്റ് മീൻസ് ഇപ്പൊ ഈ പ്രാവശ്യം വന്നില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം വന്നിട്ടുണ്ട്, 1-2 പ്രാവശ്യം ഇടവിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ജൂൺ 22-ലും ജൂൺ 23-ലും ഡിസംബർ 23-ലും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ട്രെസ് ആൻഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ റീസെന്റ് എക്സാംസിലൊക്കെ വന്നിട്ടുള്ളതാണ്.
Based on the frequency and pattern observed, the following questions topic are likely to appear in the next exam. ഇനിയിപ്പോ വരാൻ പോകുന്ന എക്സാംസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ പെർസെപ്ഷൻ, അതേപോലെ തന്നെ ലേണിംഗ് തിയറീസ്, അതേപോലെ ചേഞ്ച് മാനേജ്മെന്റ്, അതിൽ വോയിസ് ടു ചേഞ്ച്, റെസിസ്റ്റൻസ് ടു ചേഞ്ച്, ചേഞ്ച് മോഡൽ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ, ലെവിസിന്റെ ചേഞ്ച് മോഡലൊക്കെ നമുക്ക് ഈ വരുന്ന എന്താണ് നമ്മുടെ എക്സാംസിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്, അതിലെ കമ്പോണൻസ് ആൻഡ് their role in organization effectiveness, stress management, change and managing stress in organization, conflict in the basis of nature, type and stages of conflict, job design in the basis of techniques of job redesign or model of job design. അതേപോലെ മോട്ടിവേഷൻ തിയറീസ് ലൈക്ക് മാസ്ലോയുടെ ഹൈറാർക്കി ഓർ ഹേഴ്സ്ബർഗിന്റെ 2-factor തിയറിയൊക്കെ നമുക്ക് ഈ വരുന്ന എക്സാംസിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് പ്രിഡിക്ഷൻ ആൻഡ് പ്രോബബിലിറ്റി ഫോർ അപ്കമിങ് എക്സാം. ഈ വരാൻ പോകുന്ന എക്സാംസിന്റെ എന്താണ് പ്രൊഡിക്ഷനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ടോപ്പിക് ലൈക്ലി ടു അപ്പിയർ ഇൻ അപ്കമിങ് എക്സാം. ഈ വരാൻ പോകുന്ന എക്സാംസിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് പെർസെപ്ഷൻ ആണ്, പ്രോസസ് ഓഫ് പെർസെപ്ഷൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ, ബാരിയേഴ്സ് ടു ആക്യുറേറ്റ് പെർസെപ്ഷൻ, ഹിസ്റ്റോറിക്കൽ റെക്കറൻസ്. ഈ ഒരു ഹിസ്റ്റോറിക്കൽ റെക്കറൻസ് നോക്കുകയാണെങ്കിൽ June 21 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. പെർസെപ്ഷൻ എന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം അതിന്റെ June 21 അതിൽ നിന്ന് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ ചോദിച്ചിരുന്നു. June 22 സ്റ്റേജ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ, December 22 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ ആൻഡ് ബാരിയർ, December 23 പ്രോസസ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലേണിംഗ് തിയറിയിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പറന്റ് കണ്ടീഷനിങ്, കൊഗ്നിറ്റീവ് ലേണിംഗ്, അതേപോലെ സോഷ്യൽ ലേണിംഗ് ആണ് ലേണിംഗ് തിയറീസിൽ നാലെണ്ണം നമ്മൾ പഠിക്കുന്നത്. നാലെണ്ണവും നമ്മൾ നോക്കുക. അതിൽ തിയറി ഓഫ് ലേണിംഗ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് June 21, December 21 തിയറി ഓഫ് ലേണിംഗ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ ചോദിച്ചു. June 23 ഇമ്പോർട്ടന്റ് തിയറി ഓഫ് ലേണിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് നോക്കേണ്ട ഘടകങ്ങൾ വോയിസ് ഓഫ് ചേഞ്ച്, റെസിസ്റ്റൻസ് ടു ചേഞ്ച്, ലിവിങ്സ് ഇൻ ദ ചേഞ്ച് മോഡൽ, ദെൻ കണ്ടിന്യൂസ് പ്രോസസ് മോഡൽ ഓഫ് ചേഞ്ച്. അത് December 21 ചോദിച്ചിട്ടുണ്ട്. സോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്, June 22 ഫോഴ്സ് ഇനിഷ്യേറ്റിംഗ് ചേഞ്ച് ആൻഡ് റെസിസ്റ്റൻസ്, December 22 ലിവിറ്റ്സ് മോഡൽ ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ് മോഡൽ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നാൽ കമ്പോണന്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ ഡിസൈൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇമ്പോർട്ടന്റ്. അതിൽ ഹിസ്റ്റോറിക്കൽ റെഫറൻസ് നോക്കുകയാണെങ്കിൽ June 21 കമ്പോണന്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട്. June 22 ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട്. December 22 കമ്പോണന്റ് ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട്. December 23 കമ്പോണന്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കമ്പോണന്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ സ്ട്രെസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് കോസസ് ഓഫ് സ്ട്രെസ് ഇൻ ദ ഓർഗനൈസേഷൻ ഫാക്ടർ, ടെക്നിക് ഓഫ് മാനേജിങ് സ്ട്രെസ് എന്ന് പറയുന്ന ഈ 3 ടോപ്പിക്കുകളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതിൽ June 21 കോൺസിക്വൻസസ് ഓഫ് സ്ട്രെസ് ആൻഡ് ടെക്നിക് ടു ക്രിയേറ്റ് സ്ട്രെസ് ഫ്രീ എൻവയോൺമെന്റ്, December 22 കോസ് ഓഫ് സ്ട്രെസ് ആൻഡ് ഇന്റർ ഓർഗനൈസേഷൻ ഫാക്ടർ, December 23 കോസ് ഓഫ് സ്ട്രെസ് ആൻഡ് ടെക്നിക് ഓഫ് മാനേജിങ് സ്ട്രെസ്. കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന അടുത്തതാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അതിൽ നിന്നും യൂണിറ്റ് ആൻഡ് ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് ആണ്. അതേപോലെ തന്നെ സ്റ്റേജ് ഓഫ് കോൺഫ്ലിക്റ്റ് പ്രോസസ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ടെക്നിക്സ്, ഇത്രയാണ് ഇമ്പോർട്ടന്റ്. അതിൽ 3 പ്രാവശ്യത്തെ എക്സാംസിൽ ലെവൽ ഓഫ് മെഷേഴ്സ് ഓഫ് റിസോൾവിംഗ് കോൺഫ്ലിക്റ്റ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നേച്ചർ, ടൈപ്പ് ആൻഡ് സ്റ്റേജ് ഓഫ് കോൺഫ്ലിക്റ്റ്, ലെവൽ ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് മെഷറിംഗ് ഓഫ് റെസൊല്യൂഷൻ എന്നത് കോൺഫ്ലിക്റ്റ് എങ്ങനെ നമ്മൾ റിസോൾവ് ചെയ്യാം എന്നുള്ളതിനെ ബേസ് ചെയ്ത് നമുക്ക് 2 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ജോബ് ഡിസൈൻ ഇൻ ദ മോഡൽ ഓഫ് ജോബ് ഡിസൈൻ, അതേപോലെ ടെക്നിക് ഓഫ് ജോബ് റീഡിസൈൻ, ജോബ് എൻറിച്ച്മെന്റ് ആൻഡ് എൻലാർജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് 2 പ്രാവശ്യം. December 21 June 23 നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മോഡൽ ഓഫ് ജോബ് ഡിസൈനും ടെക്നിക് ഓഫ് ജോബ് റീഡിസൈനിങ്ങിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ മോട്ടിവേഷൻ തിയറി നോക്കുകയാണെങ്കിൽ മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി, ഹേഴ്സ്ബർഗിന്റെ 2-factor തിയറി, ദെൻ XYZ തിയറി. ഈ തിയറികളിൽ നിന്നും ഈ മോട്ടിവേഷൻ തിയറിയിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് 2 പ്രാവശ്യം. June 21 June 22 നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ പാറ്റേൺ ഒബ്സർവ്, ദ ഫോളോയിങ് ടോപ്പിക് ആർ മോസ്റ്റ്ലി ലൈക്ലി ടു അപ്പിയർ ഇൻ ദ അപ്കമിങ് എക്സാം. ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ June 24 വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പെർസെപ്ഷൻ നിന്ന് വരുന്നു, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ,
അതിൽ പ്രോസസ് ഓഫ് പെർസെപ്ഷൻ വരും. അതേപോലെ ലേണിംഗ് തിയറിയിൽ നിന്ന് ഇമ്പോർട്ടൻസ് തിയറീസ് ആൻഡ് ആപ്ലിക്കേഷൻ വരും. 4 ലേണിംഗ് തിയറിയിൽ നിന്നും ഏതെങ്കിലും പറയണം. കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കണ്ടീഷനിങ് തിയറി, ഒപ്പറന്റ് തിയറിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദെൻ ചേഞ്ച് മാനേജ്മെന്റിൽ ഫോഴ്സ് ഓഫ് ചേഞ്ച്, റെസിസ്റ്റൻസ് ചേഞ്ച്, ലിവിറ്റ്സിന്റെ മോഡൽ ഓഫ് ചേഞ്ച് വരാം. ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ടോപ്പിക്കിൽ നിന്ന് കമ്പോണന്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറും ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. സ്ട്രെസ്സിൽ നിന്ന് കോസ് ഓഫ് സ്ട്രെസ്, ടെക്നിക് ഓഫ് മാനേജിങ് സ്ട്രെസ്, കോൺഫ്ലിക്റ്റിൽ നിന്നും നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ്, സ്റ്റേജ് ഓഫ് കോൺഫ്ലിക്റ്റ് പ്രോസസ്. ജോബ് ഡിസൈനിന്റെ മോഡൽ ഓഫ് ജോബ് ഡിസൈൻ, ടെക്നിക് ഓഫ് ജോബ് ഡിസൈൻ, മോട്ടിവേഷൻ ആൻഡ് തിയറി, മോട്ടിവേഷൻ തിയറീസ്. മോട്ടിവേഷൻ തിയറിയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയും ഹേഴ്സ്ബർഗിന്റെ 2 ഫാക്ടർ തിയറിയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ദെൻ കോംപ്രഹെൻസീവ് നോട്ട് ടു ലേണേഴ്സ്, ലേണേഴ്സ് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, Dear learners, based on the detailed analysis of past examination paper from the June 21 to December 23, we have identified key trends and patterns in the question paper. ഇപ്പൊ ഈ ഒരു അനാലിസിലൂടെ ജൂൺ 21 തൊട്ട് ഡിസംബർ 23 വരെ നമ്മൾ അനലൈസ് ചെയ്ത ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ അനലൈസ് ചെയ്തതിലൂടെ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബേസിസിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, ദിസ് ഗൈഡ് എയിം ടു ഹെൽപ്പ് യു ടു ഫോക്കസ് യുവർ സ്റ്റഡീസ് ഓൺ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് ഫ്രീക്വന്റ് ടെസ്റ്റ് ടോപ്പിക്, പ്രൊവൈഡിങ് യു വിത്ത് ദ ബെസ്റ്റ് ചാൻസ് ഓഫ് സക്സസ് ഇൻ യുവർ അപ്കമിങ് എക്സാംസ്. നമ്മൾ ഈ ഒരു ഗൈഡൻസിലൂടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും അതേപോലെ തന്നെ ഈ ഒരു ജൂൺ 24 നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ടും അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് അല്ലെങ്കിൽ ഉന്നത വിജയം കൈവരിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ കീ ഫോക്കസ് ഏരിയ നമ്മൾ ഈ ഒരു ജൂൺ 21 ടു ഡിസംബർ 23 വരെ ലാംഗ്വേജ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഈ ഒരു പാറ്റേൺ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കീ ഫോക്കസ് ഏരിയ നിങ്ങൾ മസ്റ്റ് ആയിട്ടും നോക്കേണ്ട ഏരിയ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, പെർസെപ്ഷന്റെ പ്രോസസ് ഓഫ് പെർസെപ്ഷൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ, ബാരിയർ ടു ആക്യുറേറ്റ് പെർസെപ്ഷൻ. അടുത്തത് അതിന്റെ സ്റ്റഡി ടിപ്പാണ്. അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റെപ്പ് ഇൻവോൾവ് ഇൻ പെർസെപ്ഷൻ പ്രോസസ്. പെർസെപ്ഷന്റെ പ്രോസസ്സിലുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് ആ ഒരു പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മളത് മനസ്സിലാക്കി വെക്കുക. ലേൺ അബൌട്ട് ദ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പെർസെപ്ഷൻ. പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്താണ്, സച്ചസ് എന്ന് പറയുന്ന കൾച്ചർ, സൈക്കോളജി, അതേപോലെ തന്നെ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ്, ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക. ദെൻ ബിവെയർ ഓഫ് കോമൺ ബാരിയർ ടു ആക്യുറേറ്റ് പെർസെപ്ഷൻ ആൻഡ് സ്ട്രാറ്റജി ടു ഓവർകം. നമ്മുടെ ചിന്താഗതി അല്ലെങ്കിൽ നമ്മുടെ വീക്ഷണത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും അതിനെയൊക്കെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ലേണിംഗ് തിയറിയിൽ നമ്മൾ നോക്കേണ്ടത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഒപ്പറന്റ് കണ്ടീഷനിങ്ങും, അതിൽ കൊഗ്നിറ്റീവ് ലേണിംഗ്, സോഷ്യൽ ലേണിംഗ്, ഈ ഒരു 4 ലേണിംഗ് തിയറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് 4 നമ്മൾ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കണ്ടീഷനിങ്ങും ഒപ്പറന്റുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്നാലും ശരി 4 നമ്മൾ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കും. അതെങ്ങനെയാണ് പഠിക്കേണ്ടത്? സ്റ്റഡി ടിപ്പ് എന്ന് പറയുന്നത്, സ്റ്റഡി ദ പ്രിൻസിപ്പിൾ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറെന്റ് ലേണിംഗ് തിയറി. ഈ ലേണിംഗ് തിയറിയിൽ ഏതൊക്കെ സമയത്താണ് എവിടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ദീസ് തിയറീസ് ആർ അപ്ലൈഡ് ഇൻ ഓർഗനൈസേഷൻ സെറ്റിംഗ്സ്. ഒരു ഓർഗനൈസേഷനകത്ത് നമുക്കിത് എങ്ങനെ ഏത് ലെവൽ ഓഫ് എംപ്ലോയീസിൽ എങ്ങനെ നമുക്കത് സെറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദെൻ ചേഞ്ച് മാനേജ്മെന്റിൽ നമ്മൾ നോക്കേണ്ടത് ഫോഴ്സ് ഓഫ് ചേഞ്ച്, റെസിസ്റ്റൻസ് ടു ചേഞ്ച്, ലിവിങ്സ് മോഡൽ ഓഫ് ചേഞ്ച്, ദെൻ കണ്ടിന്യൂസ് പ്രോസസ് മോഡൽ ഓഫ് ചേഞ്ച്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേഞ്ച് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ നോക്കേണ്ടത്. അതിൽ ടിപ്പ് എന്ന് പറയുന്നത്, ലേൺ അബൌട്ട് ദ ഡിഫറെന്റ് ഇനിഷ്യൽ ആൻഡ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ് ദാറ്റ് ഡ്രൈവ് ഓർഗനൈസേഷൻ ചേഞ്ച്. ഒരു ഓർഗനൈസേഷൻ ചേഞ്ചിനെ എഫക്ട് ചെയ്യുന്ന ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള ഘടകങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് നോക്കി വെക്കുക. അടുത്തത് അണ്ടർസ്റ്റാൻഡ് കോമൺ റീസൺ ഫോർ റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് ചേഞ്ചിന് എതിരായി നിൽക്കുന്നത് എന്ന് നമ്മളൊന്ന് നോക്കുക. അടുത്തത് സ്റ്റഡി ലിവിറ്റ്സ് മോഡൽ ഓഫ് ചേഞ്ച്. അതിൽ ലിവിറ്റ്സ് മോഡൽ ഓഫ് ചേഞ്ച് എന്താണെന്ന് നമ്മൾ നോക്കാം. ദ കണ്ടിന്യൂസ് പ്രോസസ് മോഡൽ ആൻഡ് ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ദം വിത്ത് എക്സാമ്പിൾസ്. നമ്മളൊരു ചേഞ്ചിന്റെ മോഡൽ പഠിക്കുന്ന സമയത്ത് അതിന്റെ എക്സാമ്പിൾസ് വെച്ച് കോട്ട് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. ദെൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കീ ടോപ്പിക് എന്ന് പറയുന്നത് കമ്പോണന്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ടൈപ്പ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ ഡിസൈൻ. അത് എങ്ങനെയാ പഠിക്കേണ്ടത് എന്ന് വെച്ചാൽ, അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് കമ്പോണന്റ് ദാറ്റ് മേക്കപ്പ് ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഏതൊക്കെ ഘടകങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ദെൻ ലേൺ അബൌട്ട് വേറെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഫംഗ്ഷണൽ, ഡിവിഷണൽ, മെട്രിക്സ് ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ട്.
അപ്പൊ ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ദെയർ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ്. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ ഫോളോ ചെയ്യുന്നതിലൂടെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാം. സ്റ്റഡി ദ പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ ഡിസൈൻ ആൻഡ് ഹൗ ഇറ്റ് ഇമ്പാക്ട് ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ്. ഓർഗനൈസേഷന്റെ ഡിസൈനിന്റെ പ്രിൻസിപ്പിൾസ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് മൂല്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതിന്റെ ആ ഘടകങ്ങൾക്കൊക്കെ ഓർഗനൈസേഷനകത്ത് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ എഫക്റ്റീവ്നെസ്സിനുള്ള ഇമ്പാക്ട് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുക. അടുത്ത സ്ട്രെസ് ആണ്. സ്ട്രെസ്സിൽ നമ്മൾ നോക്കേണ്ട ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് കോസ് ഓഫ് സ്ട്രെസ്, ഇന്റർ ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ്, ടെക്നിക് ഓഫ് മാനേജിങ് സ്ട്രെസ്. അതെങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എന്താണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഐഡന്റിഫൈ ദ വേരിയസ് കോസ് ഓഫ് സ്ട്രെസ് വിത്തിൻ ദ വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിലുള്ള നമുക്ക് വർക്ക് പ്ലേസിൽ നിന്ന് നമുക്ക് എഫക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് എംപ്ലോയർ അടുത്ത് നിന്നാകാം, കൊളീഗ്സിന്റെ അടുത്ത് നിന്നാകാം, എന്നൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന സ്ട്രെസ് ഘടകങ്ങൾ എന്തൊക്കെയാണ്. അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പാക്ട് ഓഫ് സ്ട്രെസ് ഓൺ എംപ്ലോയി പെർഫോമൻസ് ആൻഡ് ഓർഗനൈസേഷൻ. ഒരു എംപ്ലോയിയുടെ പെർഫോമൻസിലും ആ ഓർഗനൈസേഷന്റെ എഫക്റ്റീവ്നെസ് അല്ലെ ഓർഗനൈസേഷനകത്ത് ഒരു ഹെൽത്തി കണ്ടീഷനെ ബാധിക്കുന്ന രീതിയിലുള്ള എംപ്ലോയീസിനെ എഫക്ട് ചെയ്യാവുന്ന സ്ട്രെസ് ഘടകങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു എംപ്ലോയിയുടെ പെർഫോമൻസിനെ ബാധിക്കുന്നത്, അതെങ്ങനെയാണ് ഓർഗനൈസേഷന്റെ ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയറിനെ ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ലേൺ ടെക്നിക് ഓഫ് മാനേജിങ്. ഈ ഒരു സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യും? ചിലർ മെഡിറ്റേഷനിലൂടെ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അധികം സംസാരിച്ചുകൊണ്ട് ഒക്കെ നമ്മൾ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കുക. ദെൻ കോൺഫ്ലിക്റ്റ് ആണ്. കോൺഫ്ലിക്റ്റ് ടോപ്പിക്കിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് കോൺഫ്ലിക്ട്, സ്റ്റേജ് ഓഫ് കോൺഫ്ലിക്ട് പ്രോസസ്, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ടെക്നിക്സ്. അപ്പം അവിടെ ഈസിയായിട്ട് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് വെച്ചാൽ കോൺഫ്ലിക്റ്റിനെ ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് സ്റ്റഡി ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോൺഫ്ലിക്ട് ദാറ്റ് ക്യാൻ ഒക്കർ ഇൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനകത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള കോൺഫ്ലിക്റ്റ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. ദെൻ അതിന്റെ പ്രോസസ്സ് ഏതൊക്കെ സ്റ്റേജസ് ആണ്, ഒരു കോൺഫ്ലിക്റ്റ് ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് കടന്നു വരുന്നത് നോക്കുക. ദെൻ എങ്ങനെ നമുക്കിത് റിസോൾവ് ചെയ്യാം, ഏതൊക്കെ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം. എല്ലാ ടെക്നിക്സും ഒരേ രീതിയിൽ പറ്റത്തില്ല. അപ്പൊ ഓരോ വഴക്കുണ്ടാകുമ്പോൾ ഓരോ മെത്തേഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നത്. അത് ഏതൊക്കെയാണ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ചോദിക്കുന്നത് മോഡൽ ഓഫ് ജോബ് ഡിസൈൻ, ടെക്നിക് ഓഫ് ജോബ് റീഡിസൈൻ, ജോബ് എൻറിച്ച്മെന്റ് ആൻഡ് എൻലാർജ്മെന്റ്. അതിൽ നമ്മൾ നോക്കേണ്ടത് കൂടുതലായിട്ടും ലേൺ അബൌട്ട് ഡിഫറെന്റ് മോഡൽ ഓഫ് ജോബ് ഡിസൈൻ. ജോബ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതും അതിന്റെ ഒരു ജോബ് ഡിസൈൻ ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് എംപ്ലോയീസിന്റെ മോട്ടിവേഷൻ കൂട്ടാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കാം എന്ന് നോക്കുക. അതേപോലെ തന്നെ റീഡിസൈനിങ്ങിന്റെ ടെക്നിക്സ് എന്തൊക്കെയാണ്, മീൻസ് നമുക്ക് ജോബ് റൊട്ടേഷൻ, എൻലാർജ്മെന്റ്, എൻറിച്ച്മെന്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ജോബിനെ നമ്മൾ രണ്ടാമത് റീഡിസൈൻ ചെയ്യണം. അതൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. സ്റ്റഡി എക്സാമ്പിൾസ് ഓഫ് ഹൗ ജോബ് റീഡിസൈൻ ക്യാൻ ഇംപ്രൂവ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. ജോബ് സാറ്റിസ്ഫാക്ഷൻ പ്രൊഡക്ടിവിറ്റി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. മോട്ടിവേഷൻ തിയറിയിൽ നമ്മൾ നോക്കേണ്ടത് മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി, മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി നോക്കുക. അതുപോലെ ഹേസ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി, ദെൻ തിയറി എക്സ്, വൈ ആൻഡ് ഇസഡ്. ഇത് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ഈച്ച് മോട്ടിവേഷൻ തിയറി. ആ മോട്ടിവേഷൻ ഇപ്പൊ മാത്സിലൂടെ നോക്കുകയാണെങ്കിൽ 5 സ്റ്റേജസ് ഉണ്ട്. ഫിസിയോളജിക്കൽ, അതുപോലെ തന്നെ സേഫ്റ്റി, സോഷ്യൽ, എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ. അതിന്റെ ഓരോ പ്രിൻസിപ്പിൾ നോക്കുക. ബേസിക് നീഡ്സ് ആണ്, അതേപോലെ സെക്യൂരിറ്റി ആണ്, സോഷ്യൽ നീഡ് ആണ്, സെൽഫ് എസ്റ്റീം ആണ്, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ, ഹൈ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ ഓരോ മോട്ടിവേഷൻ തിയറിയുടെയും പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കുക. അതേപോലെ തന്നെ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്. ഇപ്പൊ ഓരോ തിയറി നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പൊ ഒരു എംപ്ലോയി ജോലി നമ്മുടെ സ്ഥാപനത്തിൽ പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത് ബേസിക് നീഡ്സ് ആയിരിക്കും. പിന്നാണ് അവന്റെ അടുത്ത ആവശ്യം വരുന്നത് സേഫ്റ്റി നീഡ്സ്, അത് കഴിഞ്ഞിട്ട് സോഷ്യൽ നീഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഈ ലേണിംഗ് തിയറിയിൽ പഠിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആണ്. അതേപോലെ ബി പ്രിപ്പയർ ടു കമ്പയർ ആൻഡ് കോൺസ്ട്രക്ട് ഡിഫറെന്റ് മോട്ടിവേഷൻ തിയറി. ഈ മോട്ടിവേഷൻ തിയറി തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാനുള്ള ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് ബൈഹാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ടിപ്പ് ഫോർ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിനേഷനിൽ നമുക്ക് തരാൻ പറ്റുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചാൽ പ്രയോറൈസ് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുക. പെർസെപ്ഷൻ, ലേണിംഗ് തിയറി, ചേഞ്ച് മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, സ്ട്രെസ്, ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്. അണ്ടർസ്റ്റാൻഡിങ് ദ കോൺസെപ്റ്റ് റൈറ്റ്ലി, മീൻസ് ഏത് കോൺസെപ്റ്റ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. നല്ല രീതിയിൽ അതിനെ മെമ്മറൈസ് ചെയ്യുക. അത് പഠിച്ച കാര്യങ്ങൾ അത് എപ്പോഴും അധികമായി പഠിക്കാതെ പഠിച്ച കാര്യങ്ങൾ അഗെയിൻ റിപ്പീറ്റ് ചെയ്ത് അതിനെ മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ദെൻ യൂസ് റിയൽ വേൾഡ് എക്സാമ്പിൾസ്. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റിയൽ വേൾഡ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ ഒരു വ്യക്തിയെ ഓർക്കുമ്പോഴായിരിക്കും, ചില നമ്മുടെ ലൈഫിൽ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തായിരിക്കും ചില കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാൻ നമുക്ക് സാധിക്കും. ആ രീതിയിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ പ്രാക്ടീസ് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നമ്മൾ ഈ ചെയ്യുന്ന പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ത്രൂ ഔട്ട് വായിക്കുക. വായിച്ചതിലൂടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഓരോന്നിനും അതൊന്ന് ആൻസർ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ സ്വയം ഒന്ന് ആൻസർ ചെയ്യുക. ആ ഒരു 3 മണിക്കൂർ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അതേപോലെ തന്നെ എന്തുമാത്രം എഴുതിയാലാണ് ഒരു ഇത്ര വെയിറ്റേജ് കിട്ടുക, എങ്ങനെ പേപ്പർ കവർ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ദെൻ ക്രിയേറ്റ് എ സമ്മറൈസ് ആൻഡ് മൈൻഡ് മാപ്പ്. നമ്മളൊരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കുക. നമ്മൾ എല്ലാ കാര്യങ്ങളെയും ഒന്ന് വളരെ പോയിന്റ് ആയിട്ട് ഒന്ന് ഷോർട്ട് നോട്ടാക്കി ഇട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് കയ്യിൽ അതിലൊരു വിഷ്വൽ ഇമേജ് ഉണ്ടാക്കുന്ന രീതിയിൽ, കാരണം ഇന്ന ടോപ്പിക്കിനെ പറ്റി ഓർക്കുമ്പോൾ ഒരു ഇമേജ് മനസ്സിൽ വരുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പൊ അത് പെട്ടെന്ന് തന്നെ നമുക്കത് ഓർത്തെടുക്കാൻ. ഇപ്പൊ നമ്മൾ വലിയൊരു പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പൊ മാസ്ലോയുടെ തന്നെ നീഡ് ഹൈറാർക്കി തിയറിയെ ഒരു പിരമിഡ് രൂപത്തെ ഒന്ന് മനസ്സിലൊന്ന് പല കളർ കൊടുത്തിട്ട് അതിൽ ഫിസിയോളജിക്കൽ നീഡിൽ നമ്മൾ ഒരു ഗ്രീൻ കളർ കൊടുക്കുന്നു, അതേപോലെ തന്നെ സോഷ്യൽ നീഡിൽ നമ്മളൊരു യെല്ലോ കളർ കൊടുക്കുന്നു, അതേപോലെ തന്നെ സേഫ്റ്റി നീഡിന് മഞ്ഞ ഒരു ഓറഞ്ച് കളർ കൊടുക്കുന്നു. അങ്ങനെ ഓരോ കളർ കൊടുത്തൊരു പിരമിഡ് രൂപത്തിലാക്കി മനസ്സിലൊരു വിഷ്വലൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ദെൻ ഗ്രൂപ്പ് സ്റ്റഡി ആൻഡ് ഡിസ്കഷൻ. ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നതാണ് ഗ്രൂപ്പ് സ്റ്റഡി ആൻഡ് ഡിസ്കഷൻസ്. ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് പഠിക്കുകയാണെങ്കിൽ തമ്മിൽ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ഓരോരുത്തർക്കും മനസ്സിലായ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടൊരു കാര്യം പഠിക്കാൻ പറ്റുന്നത് ആ രീതിയിലാണ്. പിന്നെ ബൈ ഫോക്കസിങ് ഓൺ ദിസ് കീ ഏരിയ, ഫോളോയിങ് ദീസ് സ്റ്റെപ്സ്, യു ക്യാൻ എൻഹാൻസ് യുവർ പ്രിപ്പറേഷൻ ആൻഡ് ഇൻക്രീസ് യുവർ ചാൻസ് ഓഫ് സക്സസ് ഇൻ MCO1 എക്സാം. ബെസ്റ്റ് ഓഫ് ലക്ക്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് MCO01 എക്സാംസിന് നല്ലൊരു സ്കോർ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ലേൺ വൈസ് ഇപ്രാവശ്യം നിങ്ങൾക്ക് ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് തന്നെയോ June 24 എക്സാംസിന് വരാൻ സാധ്യതയുള്ളത്. MCO01 എന്ന ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയർ June 24 ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് മാക്സിമം 100 മാർക്കാണ്. അതിൽ നമുക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഡിസൈൻ എന്ന കോൺസെപ്റ്റിൽ നിന്ന് എക്സ്പ്ലെയിൻ ദ വേരിയസ് കമ്പോണന്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, how do they facilitate the allocation of task and coordination mechanism in an organization. രണ്ടാമത് ഒരു ബി-പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, പ്രൊവൈഡ് എക്സാമ്പിൾ ടു സപ്പോർട്ട് യുവർ ഡിസ്കഷൻ. അടുത്തത് രണ്ടാമത്തേതെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് പെർസെപ്ഷൻ ആണ്. ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് പെർസെപ്ഷനിൽ നിന്നും ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പെർസെപ്ഷൻ ആൻഡ് ഓർഗനൈസേഷണൽ സെറ്റിംഗ്സ്, പ്രൊവൈഡ് എ suitable example. Then describe the process of perception and the common barrier to accurate perception. How can the barrier be overcome? ആ ബാരിയർ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലേണിംഗ് തിയറി ഇൻ ഓർഗനൈസേഷൻ. ലേണിംഗ് തിയറി ഇൻ ഓർഗനൈസേഷനകത്ത് നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ കീ പ്രിൻസിപ്പിൾ ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് ഒപ്പറന്റ് കണ്ടീഷനിങ്. ഹൗ ക്യാൻ ദിസ് തിയറി ബി അപ്ലൈഡ് ടു എൻഹാൻസ് ലേണിംഗ് within an organization. Then B part, discuss the cognitive and social learning theory, provide an example of how this theory can be implemented in a workplace. 4 തിയറിയെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് അവിടെ വന്നിട്ടുണ്ട്. Then ചേഞ്ച് മാനേജ്മെന്റിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ദാറ്റ് ഡ്രൈവ് ഓർഗനൈസേഷൻ ചേഞ്ച്. ബി പാർട്ട് അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് Levitt's model of change and continuous model and how organization effectively manage the resistance to change. Then stress management il ninnu chodikkan sadhyathullathu what are the main cause of stress in an organization. Discuss the intra-organization factors contribute to stress. Then second രണ്ടാമതൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള describe the various techniques for change managing stress. How can organization create a stress-free work environment. മോട്ടിവേഷൻ തിയറിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ക്രിട്ടിക്കൽ എക്സാം ഇൻ മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി ആൻഡ് ഹെഴ്സ്ബർഗ് 2-factor തിയറി ആൻഡ് വാട്ട് ആർ ദ similarities and distinctions between these theories. അടുത്തത് explain XY theory X, theory Y, theory Z. How does this theory influence
മാനേജിംഗ് പ്രാക്ടീസസ്. ദെൻ കോൺഫ്ലിക്റ്റ് ഇൻ ഓർഗനൈസേഷനിൽ നിന്നും ഡിഫൈൻ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് നേച്ചർ ആൻഡ് ടൈപ്പ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. അടുത്തത് എക്സ്പ്ലെയിൻ ദ സ്റ്റേജ് ഓഫ് കോൺഫ്ലിക്റ്റ് പ്രോസസ്. വാട്ട് മെഷേഴ്സ് ക്യാൻ ബി ടേക്കൺ ടു റിസോൾവ് കോൺഫ്ലിക്റ്റ് എഫക്റ്റീവ്ലി. Then job design and satisfaction. Discuss the different model of job design. How do these model impact employee motivation and performance? At the question, explain the concept of job enrichment, job enlargement, and job rotation. Provide explanation of how these techniques can be used to redesign jobs. അടുത്തത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ചേഞ്ച് ആണ്. അതിൽ ചോദിക്കുന്ന സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ചാൽ ഡിസ്ക്രൈബ് ദ ബേസിക് എലമെന്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഹൗ ഡസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇമ്പാക്ട് ദ വർക്ക് പ്ലേസ്. അടുത്തത് ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ് ആൻഡ് അണ്ടർലൈനിങ് വാല്യൂസ് ഓഫ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്. ദെൻ ഷോർട്ട് നോട്ട്. ഷോർട്ട് നോട്ടിൽ എനി 2 ആയിരിക്കും ചോദിക്കുന്നത്. അതിൽ നമുക്ക് ടെക്നിക് ഓഫ് മാനേജിങ് സ്ട്രെസ്, കമ്പോണൻസ് ഓഫ് ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് പെർസെപ്ഷൻ, തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ ഇൻ ഓർഗനൈസേഷൻ. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഒരു OBയുടെ അല്ലെങ്കിൽ MCO 01ന്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് ഇതിനാണ്. പെർസെപ്ഷനും അതേപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ കൾച്ചർ ഒക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും നല്ല രീതിയിൽ OBയുടെ എക്സാമിന് നല്ലൊരു സ്കോർ നേടാൻ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ലേൺവൈസിന്റെ PYQ വീഡിയോയുടെ ബേസിസിൽ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ നേടാനായിട്ട് സാധിക്കും. താങ്ക് യു. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന്റെ ഭാഗമായിട്ട് ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് സന്ദർശിക്കാം. നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നുള്ളതാണ് നമ്പർ. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു.